ആ മാപ്പിളയോട് സി എച്ച് പറയാണ്, നിന്റെ അവകാശം തലമുടിനാരിടെ നീ വിട്ടുകൊടുക്കരുത്. മാപ്പിളക്ക് സന്തോഷമായി, സമുദായത്തിന് ആവേശമായി. എന്റെ വികാരം, ഞാൻ എന്റെ അവകാശം വിട്ടുകൊടുക്കില്ല. ആ വാചകം പറഞ്ഞു തീരുന്നതിന് മുമ്പ് സി എച്ച് അവന്റെ സമര പോരാട്ടങ്ങളുടെ അതിരുകൂടെ പറഞ്ഞു. അതെന്താണ്? നിന്റെ അവകാശം തലമുടിനാരിടെ നീ വിട്ടുകൊടുക്കരുത്, ഒപ്പം മറ്റുള്ളവന്റെ തലമുടിനാരിയുടെ അവകാശം നീ കവർന്നെടുക്കരുത്. ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാവണം നിന്റെ പോരാട്ടം എന്ന ഒരൊറ്റ വരി കൊണ്ട് സി എച്ച് ഒരു സമുദായത്തെ പഠിപ്പിച്ചു. പൊതുസമൂഹത്തോട് സി എച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ അഴീക്കോട് ഞാൻ മത്സരിക്കാൻ ചെല്ലുമ്പോഴാണ് എന്റെ മണ്ഡലത്തോട് ചേർന്ന് നിൽക്കുന്ന പാമ്പുരുത്തിയുള്ളത്. പാമ്പുരുത്തിയിൽ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്ന ഒരു തമാശയുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുണ്ടത്, പക്ഷെ സി എച്ചിന്റെ വാചകങ്ങൾ എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല. അത് സി എച്ചിനോട് പാമ്പുരുത്തിക്കാർ, അതൊരു ഐലൻഡാണ്, ഒരു തുരുത്താണ്. പാമ്പുരുത്തിക്കാരെല്ലാരും കൂടെ സി എച്ചിന്റെ അടുത്ത് പോകുന്ന ഒരു എല്ലാവരും പറഞ്ഞു കേട്ട ഒരു കാര്യമുണ്ട്. സി എച്ചിനോട് പോയിട്ട് പറയുന്നുണ്ട്, സി എച്ച് ഞങ്ങൾക്കൊരു പാലം വേണം, ആക്ഷൻ കമ്മിറ്റിയാണ്. സി എച്ച് പറഞ്ഞു ഫണ്ടില്ല. അവര് പിന്നെയും പറഞ്ഞു എങ്ങനെങ്കിലും സി എച്ച് പറഞ്ഞു ഫണ്ട് വേണ്ടേ. അവസാനം ഇവർ നിരാശരായി പോകുമ്പോ പുറത്തേക്ക് ആക്ഷൻ കമ്മിറ്റിക്കാരൻ ഇറങ്ങിപ്പോയപ്പോ അതിൽ നിന്ന് രണ്ടുപേര് വീണ്ടും ഡോർ തുറന്ന് സി എച്ചിന് അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, സി എച്ച് എങ്ങനെങ്കിലും പാലുണ്ടാക്കിയേ പറ്റുള്ളൂ. സി എച്ച് പറഞ്ഞു ഫണ്ടില്ല എന്ന് പറഞ്ഞു. അതല്ല സി എച്ച്, അവിടെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. ആ കുട്ടികൾക്ക് മദ്രസ സ്കൂളിലൊന്നും പോകാൻ പറ്റണില്ല എന്ന്. മുസ്ലിങ്ങൾക്ക് ഭയങ്കര ഉപകാരമുള്ള പാലാണ്. സി എച്ച് പറഞ്ഞു മുസ്ലിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പാലത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പേര് സിറാത്ത് പാലെന്നാണ്. പാമ്പുരുത്തി പാലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിക്കേണ്ടത്, രഹസ്യമായി സി എച്ചിന്റെ മുമ്പിൽ വന്ന രണ്ട് മുസ്ലിങ്ങളോട് എത്ര മനോഹരമായിട്ടാണ് സി എച്ച് എന്താണ് നീ പ്രതിനിധീകരിക്കേണ്ടത് എന്ന് പറഞ്ഞത്. അങ്ങനെ പറയാൻ കഴിയുക, അതാണ് സി എച്ച്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സി എച്ച് പറയുകയാണ്, നിന്റെ തലമുടിനാരിയുടെ അവകാശം നീ വിട്ടുകൊടുക്കരുത്, മറ്റുള്ളവന്റെ തലമുടിനാരിയുടെ അവകാശം നീ കയ്യിൽ വെക്കരുത്. ന്യൂനപക്ഷങ്ങൾ പലതും നേടിയെടുത്തെന്ന് പറയുന്ന വെള്ളാപ്പള്ളിയോട് ആൺകുട്ടിയെ പോലെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, വെള്ളാപ്പള്ളി മറ്റൊരു സമുദായത്തിന്റെ തലമുടിനാരിട ഈ സമുദായത്തിന്റെ മേൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം അത് പറിച്ചു പുറത്തേക്ക് വലിച്ചെറിയുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സി എച്ചിന്റെ കുട്ടികളായിരിക്കും. അത് തെളിയിക്കണം, അത് തെളിയിക്കണം. ഈ സമുദായം എന്താ അനാവശ്യമായിട്ട് കേരളത്തിൽ വാങ്ങിയത്? എന്താ അവന്റെ കയ്യിലുള്ള അവകാശം കിട്ടിയിട്ടുണ്ടോ? കണക്കുകൾ വരും. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ജാഥ വരണില്ലേ? കണക്കുകൾ പറയും. വെള്ളാപ്പള്ളിയെ പോലെ വിഷം വമിപ്പിച്ചിട്ടല്ല, കേരളത്തിന്റെ മുമ്പിൽ നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ വെട്ടി തുറന്നിട്ടായിരിക്കും ആ ജാഥ കേരളത്തിന്റെ വിരിമാറിലൂടെ കടന്നു പോവുക. ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കേണ്ടി വരും. അത് പറയുക കണക്കുകൾ കൊണ്ടാണ്. സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഈ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. എത്ര മനോഹരമായിട്ടാണ്, എത്ര ഗംഭീരമായിട്ടാണ് ഒരു സമുദായത്തെ കൺസ്ട്രക്റ്റീവായി മാറ്റുക. അവനിലെ മതബോധത്തെ, അവനിലെ രാജ്യസ്നേഹത്തെ, അവനിലെ പ്രതിബദ്ധതയെ, അവനിലെ സാമുദായിക ബോധത്തെ, അവനിലെ ഉത്തരവാദിത്തത്തെ ഇങ്ങനെ ഉദ്ദീപിപ്പിച്ച ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ഭുതമാണ്. സി എച്ച് എന്താ ചെയ്തത്? നിങ്ങൾ ഓർത്തു നോക്ക്. മാപ്പിളയുടെ അരയിലുള്ള കത്തി എവിടെ പോയി? മലബാറിലെ മാപ്പിളയുടെ അരയിൽ ഒരു കത്തി ഉണ്ടായിരുന്നില്ലേ? ലീഗിന്റെ പൊതുയോഗങ്ങൾക്ക് വേണ്ടി പ്രസംഗം കേൾക്കാൻ വരുന്ന മാപ്പിള അവന്റെ കയ്യിൽ കത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അരപ്പട്ട കെട്ടി അകത്തൊരു കത്തി. എപ്പോഴാണ് ആ കത്തി അവൻ മാറ്റിവെച്ചത്? ആ കത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പതുക്കെ സി എച്ച് പ്രസംഗിച്ച് അവനെ ഇങ്ങനെ ആവേശത്തിന്റെ കൊടുമ്പിരി കൊണ്ട് അവനെ ഇങ്ങനെ നിർത്തിയിട്ട് സി എച്ച് പതുക്കെ പോയി തന്ത്രത്തോടുകൂടി അവന്റെ അരപ്പട്ടയിൽ നിന്ന് ആ കത്തിയെടുത്തു. എന്നിട്ടോ കൊണ്ടുപോയിട്ട് ഒരു കൊല്ലന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു സ്ക്രൂ ഡ്രൈവർ ആക്ക്, സ്പാൻഡർ ആക്ക്. കത്തിയല്ല വേണ്ടത്. ഒരു രാജ്യമുണ്ടാക്കാൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവായി വന്നപ്പോ സി എച്ച് എടുത്ത വിദ്യാഭ്യാസ വകുപ്പ്. എന്നാൽ ആ സമുദായത്തിന് പുതിയ കാലം വരുമ്പോ വേണ്ടത് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരെ വളർത്തിക്കൊണ്ടുവന്നു, അവന് സ്കൂൾ കൊടുത്തു, അവന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. ആ കമ്മ്യൂണിറ്റി വ്യാവസായിക വിപ്ലവത്തിലേക്ക് അവരെ കൊണ്ടുവന്നു, യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവന്നു. ഒരുപാട് കാര്യം വിശദീകരിക്കണില്ല. നിങ്ങൾ ഓർക്കേണ്ടത്, സി എച്ച്
മാപ്പിളയുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊല്ലന്റെ ആലയിൽ കൊണ്ടുപോയി ഉരുക്കി ഉണ്ടാക്കിയ കത്തിയും സ്ക്രൂ ഡ്രൈവറും. നമ്മുടെ നാട്ടിലെ ചില പോയത്തക്കാര് പിന്നെയും കൊല്ലന്റെ കൈ കൊടുക്കുകയാണ്. എന്തിന്? പഴയ കത്തി ഉണ്ടാക്കി തരാൻ. തിരിച്ചു കൊണ്ടുപോകാണ്. ഒരു ചോദ്യ പേപ്പറിലെ ഉത്തരം തിരുത്താൻ ഒരു അധ്യാപകന്റെ കൈവെട്ടിയെടുത്ത പോയത്തക്കാരാണ് ചിലരെ നയിക്കുന്നതെങ്കിൽ ആ ചോദ്യ പേപ്പർ അല്ല, അതുണ്ടാക്കിയ അധ്യാപകനല്ല, അവന് ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റ് അല്ല, അത് നിയന്ത്രിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉള്ളം കയ്യിൽ വെക്കാൻ ഒരു ചോരപ്പുഴയും ഒടുക്കാതെയാണ്, ഒരു തുള്ളി ചോര ചിന്താതെയാണ് ആ വിപ്ലവം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് എന്നതാണ് വ്യത്യാസം. മറ്റുള്ളവരെ നയിക്കുന്നത് വിഡ്ഢികളാണെങ്കിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ നയിക്കുന്നത് അങ്ങനെയല്ല. കത്തിക്കു പകരം പെണ്ണ് കൊടുത്ത്, കത്തിക്കു പകരം കമ്പ്യൂട്ടർ കൊടുത്ത്, കത്തിക്കു പകരം അവന്റെ കയ്യിൽ IT വെച്ച് കൊടുത്ത്, കത്തിക്കു പകരം അവന്റെ തലയിൽ ബുദ്ധി നിറച്ചു വെച്ച് കൊടുത്ത് ഒരു തലമുറയെ പാകപ്പെടുത്തിയെടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അവിടെയാണ് ലീഗ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ശക്തി. CH മുഹമ്മദ് കോയ സാഹിബിനെ ഓർക്കാണ് നമ്മൾ 2015 അവസാനത്തിൽ. ഇനി അടുത്ത വർഷമാണ്. CH ഓർക്കുമ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ധ്രുവീകരണങ്ങൾക്ക് ഒരു മലയാളിയുടെ ഒരു കാര്യം, നിങ്ങൾ ഇന്നുവരെ കേരളത്തില് ഈ ബഹുസ്വരതയുടെ ഒരു യാത്രയുണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, നമ്മളൊക്കെ ഒരുമിച്ച ഒരു യാത്ര. ആ യാത്രയുടെ കൂടെ നിന്നു കൊടുത്താൽ മതിയായിരുന്നു നിങ്ങളും ഞാനും ഒക്കെ, ഗൾഫിലായാലും നാട്ടിലായാലും. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് 2016 നമ്മൾ പോകുമ്പോ ആ ബഹുസ്വരതയുടെ ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇനി നിന്നാ പോരാ, ഇനി അങ്ങനെ നിശബ്ദമായി ഇരുന്നാൽ പോരാ. നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹവും സൗഹൃദവും തിരിച്ചു പിടിക്കാനുള്ള ഒരു കൂട്ടായ്മക്കാണ് നിങ്ങൾ നേതൃത്വം കൊടുക്കേണ്ടി വരിക. അവിടെയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊക്കെ ശ്രദ്ധിക്കാറില്ലേ, ഉത്തരേന്ത്യയിൽ BJP പിടിച്ചെടുത്തിരുന്നു, മഹാരാഷ്ട്ര BJP കൊണ്ടുപോയി, ബീഹാർ ശിവസേന കൊണ്ടുപോയി. എന്നാൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കും, നോർത്ത് ഇന്ത്യയിൽ വരുന്ന ഒരു രാഷ്ട്രീയ ധ്രുവീകരണവും ഒരു വർഗീയതയും വെറും തരംഗം മാത്രമാണ്. ഒരു കാറ്റുകൊണ്ട് മാറ്റാം. നരേന്ദ്രമോദി കൊണ്ടുവരുന്ന വർഗീയത ലാലു പ്രസാദ് യാദവിന് മാറ്റാം, മറ്റൊരു തരംഗം കൊണ്ട് മുലായം സിംഗ് യാദവിന് മാറ്റാം, കോൺഗ്രസിന് മാറ്റാം. ഒരു തരംഗമാണ് ഉത്തരേന്ത്യയിലെ വർഗീയത. എന്നാൽ പ്രിയമുള്ള KMCC-ക്കാരോട് ഞാൻ പറയട്ടെ, കേരളത്തിൽ വരുന്നത് ഒരു തരംഗം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന വർഗീയതയല്ല. വിദ്യാഭ്യാസമുള്ളവന്റെ വർഗീയത അപകടകരമാണ്. ഒരു കാറ്റുകൊണ്ട് മാറുന്നതല്ല കേരളത്തിലെ വർഗീയത എന്നത്. അപകടകരമായ സൂക്ഷ്മത ആവശ്യമുള്ള ഒന്നാണ്. SNDP എന്ന ജാഥ നയിക്കട്ടെ, വെള്ളാപ്പള്ളി നയിക്കട്ടെ, വെള്ളാപ്പള്ളി ജാഥ നടത്തിക്കൊണ്ടുപോയിക്കോട്ടെ. പക്ഷേ ഒരു സങ്കടമുണ്ട്, ആ ജാഥയുടെ ബാനറിൽ മലയാളി ഇന്ത്യ നെഞ്ചേറ്റി പിടിച്ച ഒരു ശാസ്ത്രജ്ഞൻ മാധവൻ, ആ മാധവന്റെ ഫോട്ടോ കാണുമ്പോഴുള്ള സങ്കടം, ആ സങ്കടം മറച്ചു വെക്കാനാവില്ല. ഇത് അപകടമാണ്. ഒരു മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗവർണ്ണങ്ങൾ നോക്കാതെ മലയാളി നെഞ്ചേറ്റി പിടിച്ച മാധവൻ, ആ മാധവൻ വെള്ളാപ്പള്ളിയുടെ വിഷപ്രസംഗം നടത്തുമ്പോ അതിന്റെ പിറകിലെ ബാനറിൽ നിൽക്കുന്നു എന്നത് അങ്ങനെ നിസ്സാരമായി നിങ്ങൾ കണ്ടുകൂടാ. ഇത് അപകടകരമാണ്. കേരളത്തിൽ വരുന്ന ധ്രുവീകരണങ്ങളെ നിസ്സാരമായി നിങ്ങൾ കണ്ടുകൂടാ. വ്യാപകമായ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുക. തെറ്റിദ്ധാരണ എന്താ ഉണ്ടാക്കുക? തെറ്റിദ്ധാരണ നിങ്ങളിൽ വെറുപ്പുണ്ടാക്കും. അതാണ് പ്രശ്നം. തെറ്റിദ്ധാരണ, ഹേറ്റ് ക്യാമ്പയിൻ നിസ്സാരമാക്കി നമ്മൾ തള്ളിക്കളയും. നിങ്ങളിപ്പോ അൻവർ നഹാ സാഹിബ് അല്ലെങ്കിൽ എളേറ്റിൽ അതല്ലെങ്കിൽ ഇബ്രാഹിം സാഹിബ്, ഇവർക്കെതിരെ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ, ആദ്യം അത് നിസ്സാരം, പിന്നെ അത് വിശ്വാസം, പിന്നെ അത് വെറുപ്പ്. വെറുപ്പ് എന്താ ഉണ്ടാക്കുക? തെറ്റിദ്ധാരണകൾ വെറുപ്പുണ്ടാക്കും. വെറുപ്പ് വയലൻസ് ഉണ്ടാക്കും. വയലൻസ് പോളറൈസേഷൻ ഉണ്ടാക്കും. കേരളത്തിൽ നടക്കുന്നത് അതിരൂക്ഷമായ ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ സാധ്യതയാണ്. ഈ സാധ്യതയെ തിരിച്ചറിയാതെ പോയിക്കൂടാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിശകല ടീച്ചർ പ്രസംഗിച്ചിട്ട് പോവാണ്, അതല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി അങ്ങ് പ്രസംഗിച്ചു പോവാണ്, അത് നിസ്സാരമാണെന്ന്? എന്നാൽ അതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരുത്താൻ ആസൂത്രിതവും ബുദ്ധിപരവുമായ സമീപനങ്ങൾ ഉണ്ടാവണം. ഹജ്ജ് സബ്സിഡിയെ കുറിച്ച് പറഞ്ഞു.
ഹജ്ജ് സബ്സിഡി എന്നത് ഇപ്പോൾ നിർത്തലാക്കിയെങ്കിലും കൊടുത്തപ്പോ അത് ഹജ്ജിന് മാത്രമല്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. അലിഗഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഹിന്ദു സർവകലാശാലയെ കുറിച്ച് പറഞ്ഞു, എത്രയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവസാനം എന്താണ് ഏറ്റവും ഒടുവിൽ നമ്മളുടെ നാട്ടില് പറഞ്ഞ ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്തു നോക്ക്. നൗഷാദിനെ കുറിച്ച് പറഞ്ഞു. എന്തിനാ നൗഷാദ്? നൗഷാദിന്റെ മതം അത് നൗഷാദുമായി ബന്ധപ്പെട്ടതാണ്. മറ്റാർക്ക്? നൗഷാദിന്റെ മതത്തില് അംഗമായതുകൊണ്ട് നൗഷാദ് സ്വർഗത്ത് പോകുമ്പോ കൂടെ കൂട്ടോ നിങ്ങളെ? ഇല്ലല്ലോ. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നൗഷാദിന്റെ മതം നൗഷാദിന് മാത്രമുള്ളതാണ്, അവന്റെ വാപ്പക്കും ഉമ്മക്കും പോലുള്ളതല്ല. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, പട്ടിക്കും പൂച്ചക്കും അവരുടെ വിശപ്പകറ്റി കൊടുത്ത സ്ത്രീക്ക്, അല്ലേ, ഒരു പട്ടിയുടെ ദാഹം മാറ്റിയ ദുർവൃത്തയായ സ്ത്രീക്ക് സ്വർഗത്തിൽ ഇടമുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൂച്ചയെ പട്ടിണി കിട്ടുകൊന്ന സദ്വൃത്തയായ സ്ത്രീ നരകത്തിൽ പോകുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ആ ഓടയിലേക്ക് എടുത്തു ചാടിയ നൗഷാദ് സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹു അങ്ങനെ ആക്കി കൊടുക്കുമാറാവട്ടെ. ഒരു കള്ളു കച്ചവടക്കാരനായ വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട നൗഷാദിന്, ആവശ്യമില്ല. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, അവിടെ പ്രചരിപ്പിക്കുന്ന കള്ളത്തിന് ഒരു ലൈഫുണ്ട്. അത് കാണാതിരുന്നുകൂടാ, അതിന്റെ സാധ്യതകളെ കാണാതിരുന്നുകൂടാ. ക്ഷേത്രങ്ങളുടെ പണമെടുത്ത് ചെലവഴിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞപ്പോ മുസ്ലിങ്ങളെ വിശ്വസിച്ചില്ലേ? നിങ്ങൾ ഓർത്തു നോക്ക്. നമ്മൾ കരുതിയത് എന്താണ്? ഇവിടെ ശബരിമലയിൽ നിന്ന് വരുന്ന പണം, മറ്റു പണങ്ങൾ, ക്ഷേത്ര കമ്മിറ്റികളിൽ നിന്ന് വരുന്ന പണം, ആ പണം എടുത്തുപയോഗിക്കുന്നത് ഗവൺമെന്റ് ആണെന്ന് തെറ്റിദ്ധരിച്ച മുസ്ലിം സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. ഞാൻ ഇന്ന് ട്രെയിനില് ഒരു ദിവസം വരുമ്പോ ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഒരാൾ എന്നോട് പറഞ്ഞു, എന്തായാലും ഒരു വലിയ കാര്യമാണ് നിങ്ങൾ നിയമസഭയിൽ ചെയ്തത്. ഞാൻ വരെ, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്, എനിക്ക് അത്ഭുതം തോന്നി. ട്രാൻസ്പോർട്ടിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറയാണ്, ഞാൻ കരുതിയത് ഈ പണം ഗവൺമെന്റ് ഉപയോഗിക്കുന്നു എന്നാണ്. വി ഡി സതീശനാണ് ആ സബ്മിഷൻ അവിടെ കൊണ്ടുവന്നത്. വി ഡി സതീശൻ ആ സബ്മിഷൻ നിയമസഭയുടെ അകത്ത് കൊണ്ടുവന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വർഗീയ വിഷബീജങ്ങളെ ചെറുക്കാൻ ഓരോരുത്തരും അവരുടെ ഇടങ്ങളിൽ നിന്ന് പെരുമാറണം, പ്രവർത്തിക്കണം. അതാണ് വേണ്ടത്. നമ്മൾ അതിൽ ആഘോഷിക്കുകയല്ല. ഇവിടെ വേറെ രസമുണ്ട്. വി ഡി സതീശൻ ഇത് കൊണ്ടുവന്ന്, വി ഡി സതീശൻ അത് നിയമസഭയിൽ കൊണ്ടുവന്ന് ഒരുപക്ഷെ വർഗീയവാദികളുടെ മുഖമൊങ്ങ് പൊളിക്കുമ്പോ നമ്മളെല്ലാവരും കൂടെ കേജി വി ഡി സതീശന്റെ പോള് കയറിയിട്ട് ലൈക്കടിയാണ്. അല്ലാഹു അക്ബർ, അപ്പൊ സിന്ദാബാദൻ. നമ്മൾ ചെയ്യേണ്ട പണി എന്താണ്? വി ഡി സതീശനും ബൽറാമിനും KPCCയുടെ പ്രസിഡന്റിനും ലൈക്കടിക്കുകയല്ല. അവർ ചെയ്യുന്നത്, അവർ പ്രതിനിധീകരിക്കുന്ന സമുദായത്തിനകത്തിരുന്ന വർഗീയ മതത്തിനെതിരെ പൊരുതുകയാണെങ്കിൽ, നാം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിനകത്ത് വരുന്ന അപകടകരമായ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഉത്തരവാദിത്തം. അങ്ങനെ പോയി ലൈക്കടിക്കല്ല, അവന് പോയി അല്ലാഹു അക്ബർ പറയല്ല. നമ്മൾ പിന്നെ അങ്ങനെയാണ് തുടങ്ങിയതാണ്. എന്നോട് സതീശൻ പറയാണ്, നിങ്ങൾ അനുകൂലിക്കാൻ പേടിയാണ്, പിന്നെ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, അവരവരുടെ ഇടങ്ങളിൽ നിന്ന് നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? അത് നിർവഹിക്കാൻ കഴിയണം. സമുദായത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കണം. സമുദായത്തിന്റെ പ്രശ്നങ്ങൾ, ഫാറൂഖ് കോളേജിന്റെ പ്രശ്നം വന്നല്ലോ. ഫാറൂഖ് കോളേജിന്റെ പ്രശ്നം വരുമ്പോ എന്തായിരുന്നു? ഒരു കാര്യമുണ്ട്, ചരിത്രത്തെ ആർക്കും അങ്ങനെ മറച്ചു വെക്കാനാവില്ല. അത് ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റിന് മാത്രമല്ല, കേരളത്തിന്റെ തെരുവുകളിൽ കെട്ടിപ്പൊക്കിയ, മുസ്ലിം ലീഗിന്റെ പിൻബലത്തിൽ കെട്ടിപ്പൊക്കിയ സ്ഥാപനങ്ങളിൽ നെഞ്ചു വിരിച്ചിരിക്കുന്നവരറിയണം അതിന്റെ അടിയിലുള്ള വിയർപ്പ്. പാവപ്പെട്ട 10,000-കണക്കിന് ആളുകൾ ഈ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കൊണ്ടുണ്ടാക്കിയതാണ്. പറയാറില്ല, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവനാണ് തറവാട്ട് സ്വത്തിന്റെ ഭാഗമാണെന്ന ധാരണ. അങ്ങനെയാണ് പലർക്കൊക്കെ. ഫാറൂഖ് കോളേജിന്റെ പ്രശ്നം വന്നു. ആ പ്രശ്നം വന്നപ്പോ അതിരൂക്ഷമായി നിയമസഭയുടെ അകത്ത് വെച്ച് ആ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോ 100 കണക്കിന് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫാറൂഖ് കോളേജിന്റെ പ്രശ്നം വന്നപ്പോ ആ കോളേജിന്റെ ക്യാമ്പസിനകത്ത് കയറിയിട്ട് ഞങ്ങൾ പറഞ്ഞു, അത് വേറെ പ്രശ്നമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പോക്കർ സാഹിബ് അദ്ദേഹത്തിന്റെ കാറ് വിറ്റ്, ലീഗിന്റെ കാറ് വിറ്റ് വാങ്ങിയ ഈ സ്ഥാപനത്തെ തൊടാൻ വന്നാൽ അത് ചെറുക്കാൻ മുസ്ലിം ലീഗിന്റെ തുണക്കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ വേറെ തീർക്കും. അത് വേറെ കാര്യമാണ്. എന്താ വേണ്ടത് ചിലർക്ക്? ഫാറൂഖ് കോളേജിൽ ഇടകലർന്നിരിക്കണം, കുഴപ്പമില്ല. ബാക്കിയുള്ളടത്തൊക്കെ എന്നോട് കേരളത്തിലെ ഒരു പ്രമുഖനായ എഴുത്തുകാരൻ
അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നത് ഫാറൂഖ് കോളേജിൽ പഠിക്കുമ്പോ പ്രേമിച്ചിട്ടാണ്. അതിനൊക്കെയുള്ള സൗകര്യമല്ലേ കോളേജിൽ ചെയ്യാൻ പറ്റുള്ളൂ, കല്യാണം കൂടെ കഴിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ സൗകര്യമൊക്കെ ഫാറൂഖ് കോളേജിലുണ്ട്. ഞാൻ കോഴിക്കോട് മുസ്ലിം റഷീദുണ്ട് അന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ഫാറൂഖ് കോളേജിനകത്ത് ആണും പെണ്ണും ഇടകലർന്നിരിക്കണമെന്ന് വാശി പിടിക്കുന്നവര് എന്തിനാ കേരളത്തിൽ വിമൻസ് കോളേജ് ഉണ്ടാക്കുന്നത്? വിമൻസ് കോളേജ് അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ നാട്ടിൽ എന്റെ നിയോജക മണ്ഡലത്തിൽ 14 ഏക്കറിലാണ് വിമൻസ് കോളേജ് ഉള്ളത്. ആ വിമൻസ് കോളേജ് ആവട്ടെ അത് ഉണ്ടാക്കിയത് വി കെ കൃഷ്ണമേനോന്റെ പേരിലാണ്. ഞാൻ പറഞ്ഞു, വി കെ കൃഷ്ണമേനോൻ പാവം കല്യാണം തന്നെ കഴിച്ചിട്ടില്ല, മൂപ്പരെ പേര് വിമൻസ് കോളേജ് വേണോ? പിറ്റേ ദിവസം മാധ്യമത്തിലെ വാർത്ത, വി കെ കൃഷ്ണമേനോന്റെ പേരിൽ വിമൻസ് കോളേജ് പൊട്ടത്തരം ഷാജി എന്നാണ്. അവരിതിനായിട്ട് വരികയാണ്, ഇതിന്റെ ചോരെടുക്കാനായിട്ട് നല്ലതൊന്നും കൊടുക്കൂല. ഞാൻ ആ കുന്തം മീഡിയ മണ്ണിലെ കുന്തം കണ്ടാൽ തന്നെ പറയൂ, കുഴപ്പമേ വരുള്ളൂ. പിന്നെ ഇന്നത്തെ കുട്ടികൾ പ്രസംഗമൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇവന്റെ കള്ളത്തരം നടക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത്, ഫാറൂഖ് കോളേജിന്റെ വിഷയത്തിൽ ഞങ്ങൾ നിലപാടെടുത്തു. ഫാറൂഖ് കോളേജ് അങ്ങനെ അവിടെയുള്ള കോളേജിന്റെ മറ്റൊരു വശത്തുകൂടെ വന്നിട്ട് ആരൊക്കെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന വൃത്തികെട്ടവന്മാരായ കുറെ ആളുകൾ അവർ വന്നിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ വലിയ ആക്ടിവിസ്റ്റുകളാണ്, ഭയങ്കര സംഭവമാണ്. സ്ത്രീകൾ ഇടതുകാലത്തിരിക്കണം, ലിംഗസമത്വം. എന്നോട് ചാനലിൽ നിന്ന് വിളിക്കുകയാണ് ഒരു ദിവസം, എന്നോട് ചോദിച്ചു, അല്ല ഫാറൂഖ് കോളേജിൽ അങ്ങനെ ഇരിക്കാന്ന് പറയുന്നത് ഭയങ്കര കുഴപ്പമാണോ? ഞാൻ പറഞ്ഞു, എവിടെയും ഇരിക്കുന്നത് കുഴപ്പമാണോ ഇല്ലെന്നുള്ളതല്ല, വേറെയുള്ള ഏത് കോളേജിലാണ് ഇതുള്ളത് നിങ്ങൾ കാണിക്ക്. അപ്പൊ പറഞ്ഞു, പുതിയ കാലമല്ലേ അങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, ലോകത്തെവിടെയാണ്? ലോകത്തിലെ ഏത് രാജ്യത്ത് നിങ്ങൾ പോയാലും, എത്ര പുരോഗമന രാജ്യത്ത് പോയാലും അവിടെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വേറെ വേറെ ബാത്റൂമാണ്. അതെന്തിനാ? അപ്പൊ അയാൾ എന്നോട് ചോദിക്കുകയാണ്, അപ്പൊ എന്നെ ചാനലിൽ ഇരുന്നിട്ട് കോളേജിനെ കുറിച്ച് പറയുമ്പോഴാണോ നിങ്ങൾ ബാത്റൂമിനെ കുറിച്ച് പറയുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജിലെ അക്കാഡമിക്കൽ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട സിലബസ് അല്ലല്ലോ. നിങ്ങൾ ലിംഗത്തെ കുറിച്ചല്ലേ പറയുന്നത്? അത് ബാത്റൂമിലും കോളേജിലും ഒന്നാണ്. അത് സമത്വമാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ പറയണ്ടേ? നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലിംഗസമത്വത്തെ കുറിച്ചാണ്, അത് ബാത്റൂമിലുമാണ്, അത് കോളേജിലും ഒരുപോലെയാണ്. പിന്നെ എന്തിനാ ബാത്റൂം എന്തിനാ ഒരാൾക്കും കേരളത്തിലെ ഒരു രക്ഷിതാവും അംഗീകരിക്കാത്ത ഒരു പ്രശ്നം ഫാറൂഖ് കോളേജിന്റെ മുകളിൽ കൊണ്ടുവന്ന് ആക്ഷേപിച്ച് എന്നിട്ട് അതിന്റെ മറവിൽ ഇവരൊക്കെ പിന്തിരിപ്പന്മാരാണ് എന്ന് പ്രചരിപ്പിക്കാൻ. പക്ഷേ അള്ളാഹുവിന്റെ സഹായമുണ്ടായി. ആ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നവൻ സമൂഹത്തിന്റെ മുമ്പിൽ മാറിപ്പോകുന്നത് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കാണുകയുണ്ടായി. അത് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞില്ല, മദ്രസ വിവാദം. എന്താണ് അത് രസകരമായിരുന്നു. മദ്രസയാണ് അത്രയും മഹാകുഴപ്പം. മദ്രസക്കകത്താണത്രേ സകല പ്രശ്നങ്ങളും നടക്കുന്നത്. എവിടെയാ പ്രശ്നങ്ങൾ ഇല്ലാത്തത്? നിങ്ങൾ പറ, പ്രശ്നങ്ങളില്ലാത്തത് എവിടെയാണ്? ഇവിടെ അമ്പലത്തിലെ പൂജാരിമാർ പിടിക്കപ്പെടുന്നില്ലേ? പള്ളിയിലെ ചർച്ചുകളിലെ അവിടുത്തെ വൈദികന്മാർ പിടിക്കപ്പെടുന്നില്ലേ? മദ്രസയിലെ ഉസ്താദുമാരെ പിടിക്കപ്പെടാറുണ്ട്, പഠിപ്പിക്കുന്ന അവിടുത്തെ ആളുകൾ പിടിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് പള്ളികളും അമ്പലങ്ങളും മദ്രസകളും പൂട്ടുന്ന ആ പിടിക്കപ്പെടുന്നതിന് ഏതു മതമാണ് ന്യായീകരിക്കാറുള്ളത്? ഇല്ലല്ലോ. പിന്നെ മദ്രസയുടെ പ്രശ്നം കൊണ്ടുവരുന്നത് എപ്പോഴാണ്? ഫാറൂഖ് വിവാദം കത്തി നിൽക്കുമ്പോ. ഇത് കൊണ്ടുവന്നത് ആരാണ്? മാധ്യമത്തിലെ ഒരു എഴുത്തുകാരൻ. കൊള്ളാം. എന്താ കാരണം? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ എനിക്ക് കഴിയും. ഒരുപക്ഷേ ഒരു മതേതരവാദി എന്ന് പറയുന്നതിനെ ഒരു ലീഗുകാരൻ എന്നതിലേക്ക് സന്തോഷിക്കുന്നവനെ ഞാൻ. മറ്റൊരു മതത്തെ വേദനിപ്പിക്കരുതെന്ന്, മറ്റൊരു മതത്തെ ആക്ഷേപിക്കരുതെന്ന്, മറ്റു മതത്തിലെന്നല്ല ലോകത്തിലുള്ള സകല മനുഷ്യരും അവർ നിന്റെ സഹോദരന്മാരാണ്, അവനോട് മനുഷ്യഭാവേന പെരുമാറണം എന്ന സ്നേഹത്തിന്റെ വചനങ്ങൾ ഞാൻ പഠിക്കുന്നത് മദ്രസയുടെ ചുവരുകൾക്ക് അകത്തു നിന്നാണ്. നിങ്ങൾ പഠിക്കുന്നത് മദ്രസയുടെ ചുവരിനകത്തു നിന്നാണ്. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുന്നത്, സങ്കടങ്ങൾ കാണണമെന്ന് പഠിപ്പിക്കുന്നത്, മൂത്തവരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നത്, കുട്ടികളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്നത്, അമ്മയെ ഇഷ്ടപ്പെടണമെന്ന് പഠിപ്പിക്കുന്നത്, അയൽക്കാരന്റെ വിശപ്പ് മാറ്റണമെന്ന് പഠിപ്പിക്കുന്നത്, തന്റെ സമ്പത്തിന്റെ വിഹിതം മറ്റുള്ളവന് ദാനം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത് ഒക്കെയും മദ്രസയാണ്. കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ തകർക്കാൻ വന്നിട്ടുള്ള എല്ലാ ഭീകരവാദ തീവ്രവാദ സംഘടനകളും അവരൊക്കെയും തകർന്നു പോയത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രതിരോധമാണ്. ആ പ്രതിരോധം ഉണ്ടാകുന്നത് മദ്രസ എന്ന് പറയുന്ന കരുത്താണ്. കേരളത്തിൽ മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ നേർക്കുനേരെ വന്നുകൂടാ. വരണമെങ്കിലോ പൊളിക്കേണ്ടത് മദ്രസയാണ്. അതുകൊണ്ട് ആ മദ്രസയെ പൊളിച്ചു കളയാമെന്ന് കരുതി ഗൂഢാലോചനയോടുകൂടി വന്നിട്ടുള്ള ഒരു രീതിയെ
ആ രീതിയാണ് തകർക്കാൻ ചിലർ ശ്രമിച്ചത്. അതിനെ എതിർക്കാൻ വന്നപ്പോ വലിയ വിവാദം, വലിയ പ്രശ്നങ്ങള്. മദ്രസയെ ന്യായീകരിക്കേണ്ട ബാധ്യതയില്ലേ? മദ്രസകൾ കേരളക്കരയിൽ എത്ര പാപങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ഏതോ ഒന്നോ രണ്ടോ ആളുകൾ ചെയ്തു കൂട്ടിയ തോന്നിവാസത്തിന്റെ പേരിൽ എത്ര പാവങ്ങൾ അവന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച് ഒരു ലാഭേച്ഛയുമില്ലാതെ എത്രയാ നിങ്ങൾ മദ്രസയിൽ ശമ്പളം കൊടുക്കാറ്? പള്ളി കമ്മിറ്റിക്ക് നടത്തുന്ന ആളുകളിൽ ഇതിനകത്ത് വേദിയിലും താഴെയൊക്കെ എത്രയാ ശമ്പളം കൊടുക്കാറ്? എത്രയാ അവര് വാങ്ങാറ്? ചെറിയ പൈസക്ക് അവർക്ക് ജീവിച്ചു പോകാനുള്ള ഒരു ചെറിയ കാര്യം. അതിനപ്പുറം പരലോക മോക്ഷം മാത്രം കാക്ഷിക്കുന്ന 10,000-കണക്കിന് ത്യാഗിവര്യന്മാരായ ആളുകൾ സൂഫിവര്യന്മാർ. ആ പാവങ്ങളുടെ ജീവിതമാണ് മദ്രസ. അവരുടെ സ്പന്ദനമാണ് മദ്രസ. അവർ പഠിപ്പിച്ച നമ്മുടെ മക്കളാണ് ഇത്രയെങ്കിലും മര്യാദയോടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു സമൂഹം. അവരെ മുഴുവൻ ആക്ഷേപിച്ച്, അവരെ മുഴുവൻ കൊള്ളരുതാത്തവരായി ചിത്രീകരിച്ച് അവരാണ് രാജ്യത്തിലെ മഹാകുഴപ്പക്കാർ എന്ന് ചിത്രീകരിക്കാൻ വരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ ബാധ്യതയുണ്ട്. എന്നെ വിളിച്ചിട്ട് ഒരാൾ പറയാണ്, നിങ്ങൾ ഏതർത്ഥത്തിലാണ് അതിനെ ന്യായീകരിക്കാൻ? നിങ്ങൾ പുരോഗമനവാദിയാണ് എന്ന് നമ്മൾ വിചാരിച്ചു എന്നാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. മുസ്ലിങ്ങൾ പുരോഗമനവാദിയാണ്. അങ്ങനെയോ കൊന്ന പള്ളിക്കരുത്, ധിക്കരിക്കരുത്. ഇസ്ലാമിലെ എല്ലാം തള്ളി പുരോഗമനവാദി. ആചാര്യ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനും ഒരാവശ്യമില്ല. സമുദായത്തിന്റെ പ്രശ്നങ്ങളെ അഭിമാനത്തോടെ, ഞാനൊരു മുസ്ലിമാണ്, ഇവിടെ പലരും മുസ്ലിം സമുദായത്തിന് വേണ്ടി വെട്ടാനും കുത്താനും വരുന്നവൻ മറ്റുള്ളവന്റെ മുമ്പില് മുസ്ലിം എന്ന പേര് പോലും ചേർത്തു വെക്കാൻ മടിക്കുമ്പോ, വെള്ളാപ്പള്ളി വിഷമൊടിച്ചു കേരളം മുഴുവൻ തെണ്ടി നടക്കുമ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന അഭിമാനത്തോടെ പറഞ്ഞു തന്നെയാണ് മതേതര ചേരിക്ക് ഞങ്ങൾ ശക്തി കൊടുക്കുക. അതിന് മടിയൊന്നുമില്ല. അതിന് ജീവിതം ഒഴിച്ചു വെക്കേണ്ടി വന്നാലും അതിന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാൻ കഴിയണം. അതാണ് പ്രധാനം. ദളിത്തുകളുണ്ട്, വെള്ളാപ്പള്ളി നോക്കില്ല. നമ്മുടെ നാട്ടിൽ, ഞാൻ വയനാട്ടുകാരനാണ്, എനിക്കറിയാം. എന്റെ നാട്ടില് ഞാൻ നിയമസഭയിൽ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ആദ്യത്തെ പ്രതിജ്ഞ കഴിഞ്ഞ സഭയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, എന്റെ നാട്ടിൽ ഞാൻ ജീവിച്ചു വരുന്ന കാലം മുതൽ കണ്ട കാഴ്ചയാണ്. ആദിവാസികൾ, അവർക്ക് സംവരണമുണ്ട്. എന്റെ വീടിന്റെ ഒരു ഭാഗത്ത് പണിയർ വിഭാഗമാണ്, മറുഭാഗത്ത് കുറിച്യർ വിഭാഗം, കുറുമ വിഭാഗം, അങ്ങനെയൊക്കെയാണ്. ഈ പണിയർ വിഭാഗത്തിൽ, കുറിച്യർ വിഭാഗത്തിൽ, കുറുമ വിഭാഗത്തില് ഗ്രാജുവേഷൻ കഴിയാത്ത ഒരു കുട്ടിയെ നിങ്ങൾക്ക് കാണാനാവില്ല. എല്ലാവരും പഠിച്ചു, ജോലി. സ്കൂളിന്റെ പടി കയറിയിട്ടില്ല. പണിയർ സമുദായം ഇപ്പോഴും നമ്മുടെ സഹോദരന്മാരാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ വെള്ളാപ്പള്ളിക്ക് താല്പര്യമുണ്ടാവില്ല. ഏറ്റെടുക്കണം, സ്നേഹമുള്ളവരെ, ഏറ്റെടുക്കണം. അതിന് അവരെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ചുറ്റും ഞാൻ പറയാറുണ്ട്, CH സെന്റർ നടത്തുന്നില്ലേ മെഡിക്കൽ കോളേജിൽ? ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിന്റെ സ്ഥലം ഏതാണെന്ന് അറിയോ? മെഡിക്കൽ കോളേജാണ്. അവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനില്ല, വേദന മാത്രം, സങ്കടം മാത്രം. ലോകത്തിലെ ഏറ്റവും വലിയ മതസൗഹാർദ്ദം എവിടെയാണ്? സങ്കടത്തിന് മതമില്ല, വിഷമങ്ങൾക്ക് മതമില്ല, പ്രയാസങ്ങൾക്ക് മതമില്ല. ആ സങ്കടങ്ങളെ ഏറ്റെടുക്കാൻ കഴിയണം നമുക്ക്. നമ്മൾ ചെന്നൈയില് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ കൂടെ, ഹൈദരലി തങ്ങളുടെ കൂടെ, അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ ഞാനും ചെന്നൈയിൽ പോയിരുന്നു. നിയമസഭ നടക്കുമ്പോ ചെന്നപ്പോ കണ്ട കാഴ്ചകളുണ്ട്. ഒരു പട്ടാളക്കാരന്റെ അനുഭവം വാട്സാപ്പിലൊക്കെ വന്നു. ഞാനത് ആ സ്ഥലത്ത് പോയി കാണാൻ. ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, ഭക്ഷണം കൊടുക്കാൻ എല്ലാവർക്കും രാവിലെ ഭക്ഷണമില്ല. അതുകൊണ്ട് രാവിലെ കുട്ടികൾക്ക് മാത്രം റൊട്ടി. ഇങ്ങനെ ക്യൂ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കാൻ അവസാനം 2 കുട്ടികൾ ബാക്കിയായി, ഒരു റൊട്ടിയെ ബാക്കിയുള്ളൂ. പട്ടാളക്കാരന് വല്ലാത്ത വിഷമായി. മുമ്പിൽ നിൽക്കുന്ന കുട്ടി അയാൾക്കറിയാം, തലേ ദിവസം രാത്രിയിൽ അവൻ നിർത്താതെ കരയുന്നത് ഇയാൾ കണ്ടിട്ടുണ്ട്, വിശന്നിട്ട്. അയാൾ അവനോട് പറഞ്ഞു, മോനെ, ഈ റൊട്ടി എടുത്തിട്ട് മുറിച്ചിട്ട് പകുതി ബാക്കിലുള്ളവന് കൊടുക്ക. ആ കുട്ടി പറഞ്ഞു, സാർ, ഞാൻ ഈ ചേരിയിലാണ് വളർന്നത്, ഇവൻ ഈ ഫ്ലാറ്റിലാണ്, അവന് വിശപ്പ് സഹിക്കാനാവൂല, എനിക്ക് കഴിയും സാർ. അവൻ കൊടുത്തു. ആ കുട്ടി റൊട്ടി വാങ്ങി ആർത്തിയോടെ തിന്നുകയല്ല, അതിന്റെ പകുതി മുറിച്ച് തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്റെ കൂട്ടുകാരന് കൊടുക്കുക.